വായനക്കാർ പുസ്തകങ്ങളെ തേടിയെത്തുന്ന സാമ്പ്രദായിക രീതികളെ പൊളിച്ചെഴുതുകയാണ് യുവ എഴുത്തുകാരൻ ഷെഫി കൊട്ടാരത്തിൽ. സാഹിത്യവേദികളിലും സംഘടനകളുടെ സമ്മേളന സ്ഥലങ്ങളിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും തന്റെ കവിതാ സമാഹാരവുമായി ഈ എഴുത്തുകാരനെത്തും. 10 വർഷം മുമ്പ് എഴുതി പ്രസിദ്ധീകരിച്ച സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്ന നുറുങ്ങ് കവിതാ സമാഹാരമാണ് ഷെഫി വായനക്കാരെ തേടിപ്പിടിച്ച വിൽപ്പന നടത്തുന്നത്. ഇതുവരെ ഈ പുസ്തകത്തിന്റെ നിരവധി കോപ്പികൾ ഇങ്ങനെ വിറ്റഴിച്ചിട്ടുണ്ട്. 30ഓളം നുറുങ്ങ് കവിതകൾ അടങ്ങിയ ഈ പുസ്തകത്തിന്റെ 22ാം പതിപ്പാണ് ഈ യുവ എഴുത്തുകാരൻ സഹൃദയരെ തേടിയെത്തി വിൽപ്പന നടത്തുന്നത്. 2 പുസ്തകം ചെയ്തിട്ടുണ്ട്. സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്നായിരുന്നു ആദ്യ പുസ്തകത്തിന്റെ പേര്. അതിപ്പോ 22ാം പതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ പുസ്തകം പ്രണയാക്ഷരങ്ങളുടെ കിതാബ്, അതിപ്പോ ഓൾമോസ്റ്റ് 6th എഡിഷൻ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജോലി മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീൽചെയർ ക്രിക്കറ്റിൻ്റെ സ്റ്റേറ്റ് പ്ലെയറാണ്. വ്യാഴാഴ്ച കൊടകരയിൽ നടന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന നഗറിലും ഷെഫി പുസ്തകവുമായി എത്തി. ഈ യുവ പ്രതിഭ സമാക്ഷരങ്ങളുടെ സമർപ്പണം എന്ന പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് എഴുതിയത് പ്രശസ്ത എഴുത്തുകാരായ NS മാധവൻ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, സോബിൻ മഴവീടൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരാണ്. ഷെഫിയുടെ പ്രണയാക്ഷരങ്ങളുടെ കിതാബ് എന്ന രണ്ടാമത്തെ പുസ്തകവും ആസ്വാദകരുടെ പ്രശംസ നേടിയിട്ടുണ്ട്. ഇതിന്റെ 6ാം പതിപ്പ് ഇറക്കുന്ന തിരക്കിലാണ് ഷെഫി. ഭിന്നശേഷിക്കാരനായ ഷെഫി ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശിയാണ്. തൃശൂരിന് പുറമെ എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും പുസ്തകവുമായി ഈ യുവാവ് വായനക്കാരെ തേടിയെത്താറുണ്ട്. കേരള വീൽചെയർ ക്രിക്കറ്റ് ടീം അംഗമായ ഷെഫി മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ വാസന്തിയടക്കം ഏതാനും സിനിമകൾക്കും നിരവധി ഡോക്യുമെന്ററികൾക്കും ഷെഫി ശബ്ദം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര.